ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു എഡ്യൂഫിക്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം എഫിനെ കുറിച്ചിട്ടുള്ള എ ടു സെഡ് കാര്യങ്ങളാണ്. ബികോം എഫ് എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ അണ്ടറിൽ വരുന്നതും അതുപോലെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം സ്കീമിന്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് 4 ഇയർ ഡിഗ്രിയാണ്. ബികോം എഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബികോം ഫൈനാൻസ് എന്നുള്ളതല്ല, ബികോം 4 ഇയർ ഡിഗ്രി എന്നുള്ളതാണ്. 4 ഇയർ ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 3rd ഇയറിൽ വെച്ചിട്ട് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഇയർ ഡിഗ്രി ലഭിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി നോക്കാം. 10ാം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞ ആർക്കും ഏത് ട്രേഡ് എടുത്തവർക്കും ബികോമിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് ഹിന്ദി 2 മീഡിയത്തിലാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കേരളക്കാർ പൊതുവെ ഇംഗ്ലീഷിലായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കാം. സോ ഇതിൽ ഏകദേശം 120 ക്രെഡിറ്റ്സിന്റെ ഒരു പ്രോഗ്രാമാണിത്. 120 പ്ലസ് 4 ഇയർ ഡിഗ്രി കൂടി ആകുമ്പോൾ 4 ഇയർ ആകുമ്പോൾ 160. 4 ഇയർ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ 4 ഇയർ ഡിഗ്രിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 160 ക്രെഡിറ്റ്സിന്റെ ഒരു പ്രോഗ്രാമാണ്. അതല്ല 3rd ഇയറിൽ നിങ്ങൾ എക്സിറ്റ് ആയി പോകണമെന്നുണ്ടെങ്കിൽ 120 ക്രെഡിറ്റ്സിന്റെ 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള 4 സബ്ജക്റ്റുകളാണിത്. BCOC 132 ലാസ്റ്റ് BCC 101 വരെയുള്ള പ്രോഗ്രാംസ് സബ്ജക്റ്റുകൾ. അതുപോലെ ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള സബ്ജക്റ്റുകളാണ് ഇത്രയുള്ളത്. അപ്പോൾ 3rd സെമസ്റ്ററിലേക്ക് വരുമ്പോൾ ഇത്ര, 4th സെമ്മിലോട്ട് വരുമ്പോൾ 5th-ല് 6th-ല്, പിന്നെ ഈ 6th-ൽ ഇതാ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം അവസരമുണ്ട്. അതാണ് അവിടെ UG ഡിഗ്രി വിത്ത് മേജറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യാം. അതിൽ 4 ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 ഇയർ ഡിഗ്രി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. 4th ഇയറിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? MCO 4, MCO 1, MCO 21, MCO 23, ടോട്ടൽ 20 ക്രെഡിറ്റ്സിനുള്ള 4th ഇയറിൽ 7ാമത്തെ സെമസ്റ്ററിൽ ഈ 4 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. 8th സെമസ്റ്ററിൽ ടു ബി അനൗൺസ്ഡ്, ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല എന്നിപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, എങ്കിലും നമുക്കൊന്ന് നോക്കാം. 8ാമത്തെ സെമസ്റ്ററിൽ നിങ്ങൾക്ക് ബിസിനസ് റിസർച്ച് ആണ്. അതിന്റെ സിലബസ് റെഡി ആയിട്ടില്ല. നിങ്ങൾ ആ സമയത്തേക്ക് ആവുമ്പോഴേക്കും റെഡി ആവുന്നതാണ്. ബിസിനസ് റിസർച്ചിൽ ടു ബി ഡെവലപ്ഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിലൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. ബികോം എഫിൽ 4 ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. ഈ പ്രൊജക്റ്റ് അല്ലെങ്കിൽ എന്ന് കാണിക്കുന്നുണ്ട്. ഓർ എന്താണ്, MCO 24 പഠിച്ചാലും മതി. അപ്പോൾ 4 ക്രെഡിറ്റ്സിന്റെ ഒരു പ്രൊജക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ MCO ഒരു സബ്ജക്റ്റ് എക്സ്ട്രാ പഠിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ MMPF 006 എന്ന് പറയുന്ന കോഴ്സും അതുപോലെ MMPM 001 എന്ന് പറയുന്ന ഇത്രയും കോഴ്സുകൾ നിങ്ങൾ 4th ഇയറിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ഇയർ ഡിഗ്രി 160 ക്രെഡിറ്റ്സിന്റെ നല്ല അടിപൊളി ബികോം കോഴ്സ് പാസ്സാവാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി നമ്മൾ നോക്കി. ഡ്യൂറേഷൻ അത് 4 ഇയർ ഡിഗ്രി ആണ്. അതിന്റെ പേയ്മെന്റ് വരുന്നത് ഫസ്റ്റ് ഇയറിലേക്കുള്ള പേയ്മെന്റ് വരുന്നത് 4800 പ്ലസ് 700 രൂപ എന്ന് പറയുന്ന രജിസ്ട്രേഷൻ ഫീ ആൻഡ് ഡെവലപ്മെന്റ് ഫീ യൂണിവേഴ്സിറ്റിയിലേക്ക് അടയ്ക്കാനുള്ള ഫീസാണ്. അപ്പോൾ ഏകദേശം 5400 രൂപയാണ് നിങ്ങൾക്ക് ഏകദേശം പേയ്മെന്റ് വരിക. 4800-ൽ 700 രൂപയോടെ കൂട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ആണ് ഇതൊക്കെ. നമ്മൾ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെന്റ് ഓരോരോ വർഷം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അസൈൻമെന്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് എഡ്യൂഫിക്സ് അക്കാദമിയുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അസൈൻമെന്റിന്റെ മുഴുവൻ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇനി വരുന്നതിൽ ഇപ്പോൾ നമ്മളിങ്ങനെ ഈ ഓരോ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ടോട്ടൽ 8 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഇതിൽ എന്താണ്, ഇതിന്റെ ഒരു ടഫ്നെസ് നോക്കാം. ഇതിൽ BCC 101 ഇത് ടഫായിട്ടുള്ള ഒരു പേപ്പറാണ്. അതുപോലെ തന്നെ BCOC 131 ഒരു അക്കൗണ്ടിങ് പേപ്പറാണ്. ഇത് ടഫാണ്. അതുപോലെ തന്നെ നമുക്ക് BRL 101 ഒരു മൈനർ, അതുപോലെ 132 മൈനർ ടഫാണ്. ബാക്കിയുള്ളത് തിയറി പേപ്പേഴ്സ് ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എഡ്യൂഫിക്സ് അക്കാദമിയുടെ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം.
അതിൽ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് സിലബസ് ഫുൾ കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സും അതിൻ്റെ നോട്ട്സും അതിൻ്റെ അസൈൻമെൻറ്റ് സപ്പോർട്ടും അതിൻ്റെ റിവിഷൻ ക്ലാസ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സ് അറിയിക്കുന്ന ഗ്രൂപ്പും അതുപോലെ സെപ്പറേറ്റ് ഓരോ സബ്ജക്റ്റിനും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പും മെൻറ്ററിങ് കൂടിയും നിങ്ങൾ ഡൗട്ട് ക്ലിയറിങ് കൂടിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് വളരെ അഫോർഡബിൾ പ്രൈസിലാണ്, വളരെ ചെറിയ അഫോർഡബിൾ പ്രൈസിലാണ് ഈ ഒരു സബ്ജക്റ്റുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് മൊബൈൽ ആപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠനം സ്റ്റാർട്ട് ചെയ്യാൻ ഇനി വൈകിട്ടില്ല, ജൂണിലാണ് എക്സാം വരുന്നത്, പഠനം സ്റ്റാർട്ട് ജൂണിൽ എക്സാം ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ വരുന്ന ഡിസംബറിൽ എക്സാം ഉള്ളവരുണ്ട്. അപ്പോൾ ഇയർ വൈസ് ആയിട്ടാണ് നിങ്ങൾക്ക് പ്രോഗ്രാമിൽ എക്സാം വരുന്നത്. 2026 ജനുവരി സെഷൻ്റെ അഡ്മിഷനിൽ ഉള്ളവർക്ക് 2026 ഡിസംബർ മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2025 ജൂൺ സെഷനിൽ അഡ്മിഷൻ എടുത്തവർക്കാണ് ഈ വരുന്ന 2026 ജൂണിൽ എക്സാം വരുന്നത്. അപ്പോൾ ആരെങ്കിലും പഠനം സ്റ്റാർട്ട് ചെയ്യാത്തുണ്ടെന്നുണ്ടെങ്കിൽ BCOC 131, BCC 101, BCOC 132 ഒക്കെ നന്നായിട്ട് പഠിക്കേണ്ട പേപ്പേഴ്സുകളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് സമയം ചിലവാക്കാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് സബ്ജക്റ്റുകളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിന് ജോയിൻ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്താം. ഇനി ഇതുവരെ ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസിന് ഇനി എന്നാണ് ജോയിൻ ചെയ്യാൻ കഴിയുക? ജൂൺ 2026 സെഷനിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ SSLC, +2, ആധാർ കാർഡ്, ഫോട്ടോ, ABCID ഉണ്ടെങ്കിൽ അയക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ 5500 രൂപയും നിങ്ങൾ എന്ത് ചെയ്യുക, റെഡിയാക്കി വെക്കുക, ഫീസ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ജൂണിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അപ്പോൾ അഡ്മിഷന് വേണ്ടിയിട്ട് എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് കണക്ട് ചെയ്യുക. വളരെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ഞങ്ങൾ അഡ്മിഷൻ എടുത്ത് നൽകുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഓരോ സെമ്മിലും ഓരോ ഇയറിലെയും അതുപോലെ നിങ്ങളൊക്കെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ട് ആൻഡ് സർവീസുകളും നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾ സെക്കൻഡ് ഇയറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ BCOC 134 മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റി ആണ്, അത്യാവശ്യം ടഫുള്ള ഒരു പേപ്പറാണ്. പിന്നെ BCOC 133 കുഴപ്പമില്ല, ഒരു കൊമേഴ്സ് സബ്ജക്റ്റുകൾ തന്നെയാണ്. BGE 182 ഇതൊരു ഇംഗ്ലീഷ് പേപ്പറാണ്. BPAS അത് ഒരു നോർമൽ തിയറി പേപ്പറായിട്ട് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇനി സെക്കൻഡ് ഇയറിലെ 4th സെമസ്റ്ററിൽ ഇതൊരു കൊമേഴ്സ് പേപ്പറാണ്. ഇത് അത്യാവശ്യം ടഫുള്ളൊരു കൊമേഴ്സ് പേപ്പറാണ്. ഇതും റിലേറ്റഡ് ടു കൊമേഴ്സ് ആണ് ഇത് രണ്ടും. അപ്പോൾ ഇതിലും നിങ്ങൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ഇയറിലേക്ക് ക്ലാസ് ആവശ്യമുള്ളവർ സെക്കൻഡ് ഇയറിലെ ക്ലാസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെച്ചാൽ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അതേപോലെ സെക്കൻഡ് ഇയർ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞാലൊക്കെ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു എനിക്ക് മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UG സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് BFDI എന്ന് പറയുന്നത് കേട്ടോ. ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾക്ക് ഇതുകൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. UG ഡിപ്ലോമ കോഴ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഇതുകൂടി കൺസ്യൂമർ ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലെജിസ്ലേഷൻസ്, ഈ ഒരു ക്രെഡിറ്റ്സ്, ഈ ഒരു കോഴ്സ് കൂടി എന്ത് ചെയ്യണം, ഇതിൽ ആഡഡ് ആണ്. എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അങ്ങനെ നമ്മൾ തേർഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് ഈ പേപ്പേഴ്സുകളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള പേപ്പേഴ്സുകളാണ്. അപ്പോൾ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഡീപ്പായിട്ടുള്ള പേപ്പേഴ്സുകളാണ് ഇതൊക്കെ. ഇതിനൊക്കെ നമ്മളെ കയ്യിൽ ക്ലാസ് അവൈലബിൾ ആണ്. ക്ലാസ് വേണ്ടവർ ഡയറക്റ്റ് നമ്മൾ എഡ്യൂഫിക്സ് അക്കാദമി നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. തേർഡ് ഇയറിൽ എക്സിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 3 ഇയർ ഡിഗ്രി കിട്ടുന്നതാണ്. ഇനി 4th ഇയർ ഇതിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുകൾക്ക് മുഴുവൻ നമ്മളെ കയ്യിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാം. ഇതുപോലെയുള്ള വിവരങ്ങൾക്കായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വാട്സപ്പ് ചാനലിൽ ലോഗിൻ ചെയ്യുകയും ചെയ്യാം. താങ്ക്